ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 22ാമത്തെ ദിവസം രാവിലെ അവർ പാട്ട് വെച്ച് ആരംഭിക്കുകയാണ്. ആ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. തലേ ദിവസം രാത്രി നമ്മൾ കാണുന്നത് ആദിലയും നൂറയൊക്കെ തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ബേബി എന്നാണല്ലോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദിലയും നൂറയും പിന്നീട് 2 പ്ലേയേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊരു ടീമായിട്ടാണ് വന്നത്. ഇനി തൊട്ട് അവർ ഒറ്റയ്ക്കാണ് ഈ നോമിനേഷനിലടക്കം വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ വരികളും ഇവർ തമ്മിൽ വിളിക്കുന്ന വിളിയും ഒക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ബേബി 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 വാട്ട് ആർ യു ഡൂയിങ് ബേബി എന്നുള്ളതാണ് പാട്ടിൻ്റെ വരി. അപ്പോൾ നിങ്ങളിനി നന്നായി കളിക്കണം എന്നുള്ളൊരു സന്ദേശം അവർക്ക് രാവിലെ കൊടുത്തുകൊണ്ട് തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. മാത്രമല്ല ആദിലയുടെ, അതായത് നൂറയുടെ ബേബിയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ പാട്ടിനോട് ചേർത്ത് വെക്കാൻ. പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇവർക്ക് തലേ ദിവസം തലയെ വെക്കാൻ കൊടുത്ത തൊപ്പിയുണ്ട്, ഈ മുട്ടത്തോട് പൊട്ടിച്ചതുപോലത്തെ തൊപ്പി. അപ്പോൾ ആ തൊപ്പി എല്ലാവരും ഊരി സ്റ്റോർ റൂമിൽ വെക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ വീണ്ടും ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കുകയാണ്. പുള്ളിയുടെ ഈഗോ തകർന്നടിഞ്ഞിട്ട് രാവിലെ ഈ തൊപ്പിയും കൂടി വെച്ച് കണ്ണാടി നോക്കുമ്പോൾ ആര്യൻ്റെ ഈഗോ എന്നൊക്കെ പറയുന്നത് ഭീകരമായിരിക്കും. എന്തായാലും ആര്യൻ പറയുന്നത് ബിഗ് ബോസ് എനിക്കിപ്പോൾ തൊപ്പി ഊരുണ്ട, ബിഗ് ബോസ് എനിക്ക് കുറച്ച് നേരം കൂടി ഇത് വേണം എന്ന് പറയുന്നുണ്ട്. തൊട്ടപ്പുറത്തിരുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള അനുമോൾ നീ അത്ര ഓവർ സ്മാർട്ട് ആവണ്ട എന്ന് പറഞ്ഞാൽ തൊപ്പി ഊരി വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും എല്ലാ ദിവസത്തെയും പോലെ കിച്ചണിൽ തന്നെ പരിപാടി ആരംഭിക്കുകയാണ്. ഇത്തവണത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പഞ്ചസാര വിവാദമാണ്. 5 കിലോ പഞ്ചസാര ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നിർത്തുന്നതാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചൂടാവുന്നത് നെവിനാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നീ പക്ഷേ പഞ്ചാര എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് കാപ്പി ഇടുന്നുണ്ട്, ചായ ഇടുന്നുണ്ട് എന്നുള്ള കണക്കുകൾ അനുമോളും നിരത്തുന്നുണ്ട്. അങ്ങനെ അനുമോളും നെവിനും തമ്മിൽ ഒരു പഞ്ചസാര വിവാദം അവിടെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. ഇവിടെ ഈ കിച്ചൺ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആദ്യത്തെ ഒരാഴ്ചയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലെ കിച്ചൺ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഇല്ല. അതായത് എല്ലാവർക്കും സാധനങ്ങൾ കൃത്യമായി എത്തുന്നുണ്ടോ, കിച്ചണിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന കൃത്യമായ കണക്കുണ്ടാവുക. ഓരോരുത്തരെയും ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരാൾ അടുക്കള കയറി ഒരു ചായ ഇട്ട് കുടിക്കുന്നു, അടുത്ത ആൾ വീണ്ടും വരുന്നു, അവർ കാപ്പി ഇട്ട് കുടിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ റിസോഴ്സസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോരുത്തരുടെയും നീഡ് മനസ്സിലാക്കി കിച്ചൺ ടീം ഓരോ ആളുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിൽ കുക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു വലിയ പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ജിസയിൽ അവിടെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്കുള്ള ഫുഡിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇപ്പോൾ പലതരം അസുഖങ്ങളിലൂടെ പോകുന്ന അല്ലെങ്കിൽ കൃത്യസമയത്ത് ആഹാരം കിട്ടേണ്ട ആളുകളുണ്ട്. അപ്പോൾ അതിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ കിച്ചണിൻ്റെ ടൈമിങ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇൻഡിവിജ്വലി ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് കിച്ചൺ ടീം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആസ് എ ടീം നിന്ന് ബാക്കിയുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളതല്ല, എല്ലാവർക്കും കൃത്യസമയത്ത് ആഹാരം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ഇൻഡിവിജ്വലി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയും കിച്ചൺ ടീം അല്ലാത്ത ആരും അവിടെ റിസോഴ്സസ് എടുക്കാൻ പാടില്ല എന്നും ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്നും എന്ത് ചെയ്യുകയാണെങ്കിലും പെർമിഷൻ എടുക്കണമെന്നൊക്കെ ഉള്ളത് ഇവർ ആദ്യം റൂൾസ് സെറ്റ് ചെയ്യണമായിരുന്നു. അടുക്കളയ്ക്ക് നിയമങ്ങൾ വേണമായിരുന്നു. ആ നിയമങ്ങളില്ലാതെ വരുന്നതുകൊണ്ടാണ് അവരൊക്കെ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, കുറേ ബഹളം ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കിച്ചണിൽ ഒരു പരിപാടി മര്യാദയ്ക്ക് നടക്കുന്നില്ല. കിച്ചണിൻ്റെ ഹൈജീനിലേക്ക് നിങ്ങൾ നോക്കൂ, മുടി അഴിച്ചിട്ടാണ് അവിടെ പാചക പരിപാടികൾ നടക്കുന്നത്. തുപ്പലിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. വിയർപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരിൻ്റെ ദേഹത്ത് തല്ലി ആ സ്പൂൺ വെച്ചിട്ടാണ് അനുമോൾ പിന്നീട് ഗോതമ്പ് മാവ് കുഴച്ചത്. വാഷിംഗ് ഏരിയ, അതുപോലെ വേസ്റ്റ് കൂട്ടിയിട്ട് ഉറുമ്പ് വരുന്നു, ഈച്ച വരുന്നു, ഈ പരിഭവങ്ങളൊക്കെ നമ്മൾ തുടരെ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹൈജീൻ്റെ കാര്യത്തിൽ ഒരു പ്രപഞ്ച പരാജയമായി മാറിയിരിക്കുകയാണ് കിച്ചൺ. അതിന് ഒരു ചെറിയ കൊട്ട് ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരൊന്നും ഇത് മനസ്സിലാക്കുന്നില്ലേ എന്നൊരു സംശയം തോന്നിപ്പോവാണ്. ലാലേട്ടൻ പറഞ്ഞത് സദ്യ ഉണ്ടാക്കേണ്ടേ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ ഈ കിച്ചണിലല്ലേ ഉണ്ടാക്കുന്നത്, നന്നായിരിക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ബിഗ് ബോസ് ഹൗസിലെ അടുക്കള എന്ന് പറയുന്നത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന പോലെ ഹൈജീൻ്റെ കാര്യത്തിലും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യത്തിലൊക്കെ വൻ പരാജയമാണ്. അനുമോൾ കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്രാവശ്യവും കിച്ചണിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അനുമോളെ കാണാൻ പറ്റും. അനുമോൾ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇവർ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ടീം ക്യാപ്റ്റൻ വന്നു, അത് കഴിഞ്ഞ് ടീം ക്യാപ്റ്റൻ വന്നു, 2 സ്വേച്ഛാധിപതികൾ വന്നു, അവർക്ക് 7 അടിമകൾ വന്നു. ഇവരെല്ലാവരും വട്ടം നിന്ന് കഴിഞ്ഞിട്ടും അനുമോൾ തീരുമാനിക്കും അത് നടത്തും. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആർക്കും ഇങ്ങനെ ബഹളം വെച്ച് എല്ലാവരും ചുറ്റും നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അനുമോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അവരുടെ സ്ട്രാറ്റജി വളരെ മോശമാണ്. അവർ ചില സമയത്ത് പറയുന്ന വർത്താനം എന്ന് പറയുന്നത് വൃത്തികെട്ട വർത്താനം എന്ന് പറയാവുന്ന അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ്. പക്ഷേ അപ്പോഴും അവർ വളരെ സ്ട്രോങ് ആയി താനൊരു തീരുമാനമെടുത്താൽ താനൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. ആ കാര്യത്തിൽ അവരെ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. കിച്ചണിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫൈറ്റുകൾക്കെല്ലാം ഇടയിൽ അനുമോൾ മറ്റേ തലയെടുപ്പോട് കൂടി നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കുകയാണ്. ഇപ്രാവശ്യം പുതിയ ക്യാപ്റ്റനായി സെലക്ട് ചെയ്യപ്പെട്ട ശരത്തടക്കം അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളായി പിന്നീട് സെലക്ട് ചെയ്യപ്പെടുന്ന നെവിനെയും ജിസയിലിനെയും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് അനുമോളെ ഒതുക്കാൻ പറ്റുന്നില്ല. അനുമോളുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് അങ്ങ് നിൽക്കും, ഇടിച്ച് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ്
അനുമോൾ കിച്ചൺ സെലക്ട് ചെയ്തത്. കാരണം കിച്ചൺ അത്രയും വിസിബിലിറ്റി ഉള്ള ഏരിയയാണ്, എല്ലാവരെയും ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്, ശ്രദ്ധാകേന്ദ്രമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച അനുമോൾ കിച്ചൺ ചോദിച്ചു വാങ്ങിക്കുന്നത്. ഈ ആഴ്ചയും അനുമോളെ കിച്ചണിലിട്ടു. അങ്ങനെ ശബ്ദം ഉണ്ടാക്കി പിടിച്ചു നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒതുക്കാൻ അപ്പാനി ശരത്തിനെ കൊണ്ട് അനുമോളെ സംസാരിച്ച് ജയിക്കാനൊന്നും പറ്റില്ല. ബാക്കിയുള്ളവരും അത്രയും സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള 1-2 ആളുകളുണ്ട്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. പക്ഷേ അങ്ങനെയുള്ള അനുമോളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആസ് എ ഗെയിമർ നമ്മൾ അങ്ങനെയാണല്ലോ, മറ്റു പ്ലേയേഴ്സിനെയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് വേണം ഫ്രണ്ടിൽ നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ അനുമോളെ ഒരിക്കലും കിച്ചൺ ടീമിൽ ഇടാൻ പാടില്ലായിരുന്നു. അനുമോൾ ഒരുപാട് വർത്താനം പറയുമ്പോൾ അനുമോൾ ബാത്റൂം ടീമിലേക്ക് പോയിക്കോളൂ, നിങ്ങളിനി കിച്ചൺ ടീമല്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ടീം മാറ്റിയിരുന്നെങ്കിൽ അവർ ഒതുക്കാൻ പറ്റുമായിരുന്നു. അവരുടെ സൗണ്ട് തന്നെ വല്ലപ്പോഴേ ആൾക്കാർ കേൾക്കുള്ളൂ എന്നുള്ളൊരവസ്ഥയിലെത്തിയാണ്. ഇത് വീണ്ടും അവർക്ക് കളിക്കാനും ജയിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസിൽ അവരെ കൊണ്ടിരുത്തിയിട്ട് അവരെ സംസാരിച്ച് തോപ്പിക്കാൻ നോക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല സ്ട്രാറ്റജി ആയില്ല. ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് നടക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. 3 പേര് സെലക്ട് ചെയ്യപ്പെട്ടു ടാസ്കിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ശൈത്യ, ബിന്നി, അപ്പാനി ശരത്. ഇവർ 3 പേരും കൂടി കോഴിപ്പോര് എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് കളിച്ചത്. കേരളം ഒട്ടാകെ കോഴി ചർച്ചയാകപ്പെടുകയും കോഴിയുടെ വില എങ്ങോട്ടൊക്കെയോ പോകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോഴിപ്പോര് ഗെയിം വെച്ചത് വളരെ നന്നായിരുന്നു. ഇപ്പോൾ തലേ ദിവസം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ കോഴിമുട്ടയാണ് തലയിൽ വെച്ചത്. ഈ ഒരു തിങ്കളാഴ്ച ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കോഴികളെ ഒരു വട്ടത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തിട്ടുള്ള ഗെയിമായിരുന്നു. ഇവരുടെയൊക്കെ തലയിൽ കോഴിയെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കോഴിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ആ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഗെയിം കളിച്ചത്, ജയിച്ചത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. പക്ഷേ ആ കൂട്ടത്തിൽ ഇറങ്ങി കളിച്ചത്, തൻ്റെ സർക്കിളിലുണ്ടായിരുന്ന കോഴിയൊക്കെ എടുത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കൊടുത്തുകൊണ്ടിരുന്ന് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ഒരു നല്ല ശ്രമം നമ്മൾ കണ്ടത് ബിന്നിയുടെ ഭാഗത്തു നിന്നായിരുന്നു. പക്ഷേ കുറച്ചുകൂടി നല്ല സ്ട്രാറ്റജി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും അപ്പാനി ശരത്ത് ജയിച്ചു. വീണ്ടും കിച്ചണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പുകയാണ്. അങ്ങനെ പുകയാൻ എളുപ്പമുള്ള സാധനമായിരുന്നില്ല. പക്ഷേ അനീഷൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യം നന്നായി പുകഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ യോഗട്ട് ഉണ്ടായിരുന്നു. യോഗട്ട് വളരെ പ്രിയപ്പെട്ട, തനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യം എടുത്ത് ആവശ്യത്തിന് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആര്യനാണ് എന്നുള്ള രീതിയിൽ അനീഷ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് ഈ കാര്യം ചോദിച്ചു തുടങ്ങുന്നത് ബിന്നിയാണ്. ആ വീട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ചോദ്യത്തിൽ, ഒരു സിമ്പിൾ സംശയത്തിലൊക്കെ തുടങ്ങി വെക്കുന്നത് ബിന്നിയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് പലരും ക്യാരി ചെയ്ത് പോകാറുണ്ട്. ഇപ്രാവശ്യം അത് അനീഷാണ് ഏറ്റെടുത്തത്. അനീഷ് പറയുന്നുണ്ട്, ഞാനും കൂടി പണിപ്പുര ടാസ്ക് എടുത്തിട്ടാണ് ഈ യോഗട്ട് വന്നത്, അപ്പം കൃത്യമായിട്ടുള്ളൊരു ഷെയർ എനിക്ക് കിട്ടണമെന്നുള്ളതാണ്. ഇതിനെതിരെ വാദിച്ച ആളുകളൊക്കെ പറയുന്നതും അത് തന്നെയാണ്. കൃത്യമായി അത് വീതം വെക്കണമായിരുന്നു. എനിക്കത് പറ്റിയില്ല, ആദ്യം വന്നവർ എടുത്തുകൊണ്ട് പോയി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചോദ്യം ചെയ്യാൻ വന്ന അനീഷിനോട് ഏറ്റവും മോശമായിട്ടാണ് ആര്യൻ പെരുമാറുന്നത്. ആര്യൻ്റെ സംസാരത്തിലുടനീളം 10 പൈസയുടെ റെസ്പെക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ആസ് എ കിച്ചൺ ടീം മെമ്പർ അവിടെയുള്ള സാധനം എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഷെയർ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ടത് ആരെങ്കിലും കട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ വിഷയമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അളവനുസരിച്ച് കൊടുക്കണ്ടേ. ഇതാണ് അനീഷ് അവിടെ ചോദ്യം ചെയ്യുന്നത്. അനീഷിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആദിലൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ഇവരെല്ലാവരും കൂടി വട്ടം കൂടി നിന്ന് അനീഷിനെ കൊണ്ട്, അതായത് ജിസേലുണ്ട്, ആര്യനുണ്ട്, ആദിലുണ്ട്, ഇവരൊക്കെ കൂടി ചേർന്ന് അനീഷിനെ കൊണ്ട് ഈ യോഗട്ട് കുടിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. പക്ഷേ നടന്നില്ല. അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആര്യൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം വന്ന കുറച്ച് ആളുകൾക്ക്, എനിക്കൊന്ന് ജിസേലിനും നെവിനും ഒക്കെ യോഗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ യോഗട്ടിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി അരിഞ്ഞിട്ട് 2 ഇളക്കാക്കി കഴിഞ്ഞാൽ ഇത് കുറേ ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ബൗളിലാക്കിയിട്ട് ആര്യൻ പലർക്കും വാരി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാനവാസും അക്ബറും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ചീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചു, വല്ലതും സംഭവിച്ചോ, ഇതിപ്പോൾ എനിക്ക് കിട്ടി, ഞാൻ കഴിച്ചു, അത്രേ ഉള്ളൂ, അങ്ങനെ കുഴപ്പമാക്കേണ്ട കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അക്ബർ തിരിച്ചു ചോദിക്കുന്നത്, എല്ലാവർക്കും കൃത്യമായിട്ട് ഷെയർ വേണമെന്ന് വാദിച്ച ആളല്ലേ നിങ്ങൾ, എന്നിട്ട് നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയാണോ? വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഈ വർത്താനത്തിന് ശേഷം ഷാനവാസ് അതിനെ കൺക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ കുറേ വാദിച്ചു നോക്കി, പക്ഷേ അക്ബർ വീണ്ടും തിരിച്ചു പറയുന്ന സമയത്ത് ഷാനവാസ് തിരിച്ചു പറയുന്നത് വല്ല മുള്ളുമുരുക്കിലും പോയി കയറ് എന്നാണ്. അതൊരു വളരെ മോശം പ്രയോഗമാണ്. ആ പ്രയോഗത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഒരുപാട് ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് വളരെ മോശമായി ഒരാളെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. എനിക്കറിയില്ല, ഈ കുട്ടികളും കൂടി കാണുന്നു എന്ന് ലാലേട്ടൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ പ്രോഗ്രാമിൽ ഒരാൾ വാദിച്ച് ജയിക്കാൻ പറ്റാതെ ആകുമ്പോൾ നീ വല്ല മുള്ളുമുരിക്കിലും പോയി കയറിക്കോ എന്ന് പറയുന്ന പ്രയോഗമൊക്കെ ഇതെല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഒരു പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പ്രക്ഷേപണം ചെയ്യാൻ പാകത്തിന് ഈ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വേറെ ആരും അത് ചോദ്യം ചെയ്യുന്നില്ല. അതിനുശേഷവും അനീഷിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി ഒരു സെൻറ്റൻസ് ആക്കി പറയാവുന്ന കാര്യം, കിച്ചണിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിനെ
ഒന്നിനും കണക്കില്ല എന്നുള്ളതും ഒന്നും സുതാര്യമല്ല എന്നുള്ളതുമാണ്. ഷാനവാസ് ഈ മുള്ളുമുരുക്കി കയറുന്നൊക്കെ പറയുന്ന പദപ്രയോഗമൊക്കെ നടത്തിക്കൊണ്ട് ഇത്രയും ഇറിറ്റേറ്റഡായി ഫ്രസ്ട്രേറ്റഡായി പോകുന്നതിൻ്റെ പിന്നിലെ വളരെ പ്രധാനപ്പെട്ട കാരണം ഷാനവാസ് ഇങ്ങനെ അക്ബറിനെ കുറിച്ച് ഈ സ്ത്രീകളുമായി ചേർത്തിട്ടുള്ള അപവാദ കഥകൾ പറയുക, അപ്പാനി ശരത്തിനെ അത് പറഞ്ഞ് പേടിപ്പിക്കുക. കാരണം അക്ബറും അപ്പാനി ശരത്തുമാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ഷാനവാസ് ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തളർത്തിയ പിന്നെ ഞാൻ തന്നെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായിരിക്കാം. എന്തായാലും ഈ പറയുന്ന വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടിടത്തും ഒരു പെണ്ണ് കേസിൽപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഇതേ ചീപ്പ് സ്ട്രാറ്റജി അനുമോൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പെണ്ണ് കേസിലൊക്കെ പെടുത്തി പേടിപ്പിച്ച് അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണമൊക്കെ ഉണ്ടാക്കി ഒതുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തും ഇറങ്ങിയിട്ടും സമാനമായിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ജീവിക്കാനുള്ളതാണ്, അതുകൊണ്ട് അതിൽ ഗെയിം ഇവിടെ കളിക്കരുതെന്ന്. അത് ഷാനവാസിന് മനസ്സിലായി. അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഗെയിം അതായിരുന്നു. അത് പൊളിഞ്ഞ് അടുങ്ങിയൊരു പരുവായിപ്പോയി. റെനയുടെ അടുത്ത് ചീസിൻ്റെ കാര്യം പറഞ്ഞ് ചാടിയതും വലിയ കാര്യമായിട്ട് ഏറ്റില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി എന്ത് സ്ട്രാറ്റജി എടുക്കും? പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അക്ബർ ഇപ്പോൾ ഈ മുള്ളുമുരുക്ക് ഡയലോഗൊക്കെ കേട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ അക്ബർ ആയിരുന്നെങ്കിൽ അത് കയറി പിടിച്ചേനെ, പുറകെ നടന്ന് ബഹളം വെച്ച് ചിലപ്പോൾ അതൊരു തെറിവാക്കിലേക്കൊക്കെ എത്തിയേനെ. പക്ഷേ അക്ബറിൻ്റെ ഉമ്മ വന്ന് സംസാരിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒരു കൺട്രോൾ അത് അക്ബറിൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാനുണ്ട്. ഷാനവാസിനെ സംബന്ധിച്ച് ഇവരെ ഒതുക്കാനുള്ള വഴി അങ്ങ് അടയുകയും ചെയ്തു. അക്ബർ അങ്ങ് ഡീസൻ്റ് ആവുകയും ചെയ്തു. പിന്നെ അക്ബറിന് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ ജിസേലിനെ വിളിച്ചിരുത്തി. പക്ഷേ ജിസേൽ തെച്ച്. നെവിനെ 4 പേർ സംഘത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അതൊരു സ്ട്രോങ് ആവാം എന്ന് വിചാരിച്ചു. പക്ഷേ അക്ബറിൻ്റെ കൂടെ ചേർന്ന് പാട്ടിൽ ഷാനവാസിൻ്റെ പേരും കൂടി ആഡ് ചെയ്ത് നെവിനും തെച്ച്. ആദിലയും നൂറയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശിച്ച് ഒരു ചേട്ടായി ഫിഗറിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ അവരും തെച്ചു എന്നല്ല, അവർ അപ്പാനി ശരത്തിനോടാണ് ഇപ്പോൾ കൂടുതൽ കമ്പനി ആയിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഗെയിമും കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ നാണക്കേടുമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഷാനവാസ്. പിന്നെ പറയാനുള്ളൊരു പ്രതീക്ഷ ഒനിയിലും അഭിലാഷുമാണ്. പക്ഷേ അവസരം കിട്ടിയാൽ മാറിയിരുന്ന് നമ്മളെക്കുറിച്ച് എന്ത് വൃത്തികേടും പറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ഒനിയിലും അഭിലാഷും ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ പറയാൻ പറ്റില്ല. ഇതെങ്ങനെ മുന്നോട്ട് പോകാണ്. ഒരു ഗെയിം ആകുമ്പോൾ ആരുടെയും കൂടെ നിൽക്കേണ്ടി വരും എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ നിന്നേക്കാം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഈ സ്ട്രാറ്റജി വളരെ മോശമാണ്, ഒരു വൃത്തികെട്ട സ്ട്രാറ്റജിയാണ് താൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് പ്രേക്ഷകരും അറിഞ്ഞു, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അറിഞ്ഞു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഷാനവാസ് ഇച്ചിരി പ്രശ്നത്തിലാണ്. പിന്നെയാണ് സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ടാസ്ക് നടത്തുന്നത്. ഹൗസിൽ പ്രത്യേക അധികാരങ്ങളൊക്കെയുള്ള സ്വേച്ഛാധിപതികൾ വരുന്നു. പണിപ്പുര അടക്കം അവരുടെ കൺട്രോളിലായിരിക്കും എന്ന് പറയുന്ന കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു ഗെയിം ആരംഭിക്കുകയാണ്. 3 ടാസ്കുകളായിട്ടാണ് അവർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ട് ഒരു ചോദ്യം ചോദിക്കൽ മറുപടി പറയൽ പരിപാടിയൊക്കെ ആയിരുന്നു. അതെന്തായാലും 1 അവർ എപ്പിസോഡിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. BB+ലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ അഭിലാഷ്, ഒനിൽ, നെവിൻ, ജിസേൽ, അനുമോൾ, ശൈത്യ ഇത്രയും ആളുകളാണ് ആദ്യം സെലക്ട് ചെയ്യപ്പെടുന്ന, ആദ്യത്തെ റൗണ്ടിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന 6 പേരെന്ന് പറയുന്നത്. അതിൽ അനീഷ് വളരെ ദുഃഖിതനായി കാണപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. കാര്യം അനീഷ് ആദ്യമേ ചാടിക്കയറിപ്പോയി. എന്നിട്ട് അനീഷിനോട് ഇവർ ചോദ്യം ചോദിക്കാൻ ഒരുപാട് വൈകിയതുകൊണ്ട് അനീഷിന് അവസരം നഷ്ടപ്പെട്ടു, അധികം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയുള്ളതാണ്. അത് ആദിലയും നൂറയും അനീഷും തമ്മിലുള്ള ഒരു സംസാരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നൂറയെ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ ആയിപ്പോയി, അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ആദിൽ അങ്ങനെയല്ല. ആദിൽ വേറെ ലെവൽ ഗെയിമാണ്. അതായത് അനീഷ് പറയുന്നതൊക്കെ അനീഷിൻ്റെ തന്നെ ചെവിയിൽ റിപ്പീറ്റ് പറഞ്ഞ് ഇരുന്ന് വെറുപ്പിച്ച് ഇതിൻ്റെ ഇടയിൽ നൂറൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ചേട്ടന് വിഷമമായോ, ചേട്ടന് 6 പേരിൽ ചേരാൻ പറ്റാത്തതിൽ സങ്കടമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. ഇതിനിടയിൽ ക്യൂട്ടി ബോയ് എന്ന് പറഞ്ഞ് കളിയാക്കുക. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പല ഹോബികളാണ് മൂപ്പത്തിക്കെന്ന് പറയുന്ന പോലെ അനീഷിനെ അവർ ശരിക്കും സൈലൻ്റ് ആക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊരു വെറുപ്പിന് പരിപാടി എന്നുള്ളതിനപ്പുറത്ത് എവിടെയോ അനീഷും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാപ്റ്റൻസി ഉള്ള കാലത്തായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി നടന്നിരുന്നതെന്ന് അനീഷ് പറയുന്നു. ശരിക്കും അത് കേട്ടപ്പോൾ ഞാനും ആലോചിച്ചു, എൻ്റെ കാലത്തായിരുന്നു എന്ന് പറയാൻ ആകെ 3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോഴാണ് എൻ്റെ കാലത്തെ ക്യാപ്റ്റൻസി എന്നൊക്കെ പറയുന്നത്. അപ്പം ആദ്യം അതിനെ കൗണ്ടർ ചെയ്യുന്നത് അത് ഏത് കാലത്തായിരുന്നു ചേട്ടാ, AD ആണോ BC ആണോ എന്ന് ചോദിച്ചു. AD BC എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലെ പാട്ടൊക്കെ പാടി അനീഷിനെ തറ പറ്റിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്വേച്ഛാധിപതിയുടെ സെക്കൻഡ് ടാസ്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു 3 പേര് 2 ടീമായി തിരിഞ്ഞുകൊണ്ട് 2 ടീമിൽ നിന്നും ഓരോ ആൾക്കാരെ പുറത്താക്കണം. അപ്പോൾ ജിസേലിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ജിസേലിന് എങ്ങനെയെങ്കിലും ഈ അവസാനം വരെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ആരുടെ ടീമിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജിസേലും നെവിനും ഒനിയിലുമാണ് ഒരു ടീമായിട്ടുള്ളത്. അബിയും ശൈത്യയും അനുമോളുമാണ് അടുത്ത ടീമായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒരാളെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ ജിസേൽ ആദ്യം നെവിൻ്റെ ഫോട്ടോ എടുത്ത് ഒനീലിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ജിസേലിന് നല്ല ഉറപ്പുണ്ട് ജിസേലിന് അങ്ങനെ പെട്ടെന്നൊന്നും ഒനീൽ ഒരു ഗെയിമിൽ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകില്ല എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് കാര്യമില്ല. പരസ്പരം ചർച്ച ചെയ്തിട്ട് വേണം ഒരാളെ പുറത്താക്കാൻ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി ചിന്തിക്കണമായിരുന്നു എന്ന് ഇവരാരും ആലോചിച്ചില്ല. 15 സെക്കൻഡ് സമയമാണ് കൊടുത്തത്. 2 ടീമിൽ നിന്നും ആരും പുറത്തു പോകാൻ തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീംമേറ്റ്സ് ആണ് തീരുമാനിക്കുന്നത് ഇവരിൽ ആരെയൊക്കെ പുറത്താക്കണമെന്ന്. അങ്ങനെ അവർ
എന്ത് വന്നാലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഉറക്കെ പ്രഖ്യാപിച്ച് നിന്നിരുന്ന ഒനീലിനെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എനിക്ക് ഒനീലിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. വൻ ഡയലോഗുകളാണ്. ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് അടിച്ച് കപ്പടിച്ചെന്ന് പറഞ്ഞ പോലത്തെ ഡയലോഗായിരിക്കും. പക്ഷേ അവസാന നിമിഷം കയ്യിൽ നിന്ന് പോകും. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗാണ് ഒനീൽ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവർ ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി, ബിഗ് ബോസ് ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുക അനുമോളെ ഈ ടീം ബിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ്. അനുമോളെ പുറത്താക്കണം എന്ന് ടീംമേറ്റ്സ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ശൈത്യയും അഭിലാഷും ഉള്ള ടീമിൽ നിന്ന് അനുമോൾ പുറത്താവുമ്പോൾ അനുമോളുടെയും ഫോട്ടോ കത്തിക്കണം. ഈ ടീമിൽ നിന്ന് ഔട്ടാവുന്ന ആളുടെ ഫോട്ടോ അവിടെ കത്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ അനുമോൾക്ക് അത് ഭയങ്കരമായിട്ട് കൊണ്ടു. അനുമോളുടെ പ്രിയപ്പെട്ട സീരിയൽ ഓഡിയൻസിനെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അത് ആര്യൻ പൊളിക്കുന്നുണ്ട്. അനുമോൾ ഇപ്പോൾ കരയും എന്ന് പറയുന്നത്. അനുമോൾ കരയുമെന്നുള്ളത് നമുക്കും അറിയായിരുന്നു. കരഞ്ഞ് ആ വഴി കിട്ടുന്ന സ്ക്രീൻ സ്പേസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യൻ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇവളിപ്പോൾ കരയുമെന്നുള്ളത് ആരൊക്കെ പറയുന്നു, ആരൊക്കെ കൂടെ നിൽക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലൊരു ചോദ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അനുമോൾ വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അനുമോളുടെ പ്രശ്നം ആദ്യമായിട്ടാണത്രേ അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നത്. ഇന്ന് വരെ ജീവിതത്തിൽ അനുമോളുടെ ഒരു ഫോട്ടോ കത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ശൈത്യമായിരുന്നൊരു സെൻറ്റി ട്രാക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ കത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ എവിടെ കേട്ടിട്ടില്ല, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അനുമോൾ വളരെ സാഡായിപ്പോയി. ആ ഫോട്ടോ കത്തിക്കൽ അതൊരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു. നമുക്ക് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വേറെ ആൾക്കാർ കത്തിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് ബിഗ് ബോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അനുമോൾക്ക് ഈ ഗ്രൂപ്പിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ പറ്റാതിരുന്ന ഡയലോഗുകൾ ശൈത്യയുമായി മാറിയിരുന്ന് പറയാം. ഇതാണ് അവരുടെ പരിപാടി. ശൈത്യയാണെങ്കിലും അനുമോളാണെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുള്ളത്. അപ്പോൾ അനുമോൾ പറയുന്നത് എൻ്റെ സീരിയൽ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ആര്യൻ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് സീരിയൽ കാണുന്ന അനുമോളുടെ ഒരു ഓഡിയൻസ് ഉണ്ടാവും. അനുമോൾ കാണിക്കുന്ന ഈ ഇമോഷൻസ് വളരെ റിയലായി തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്കും കൂടിയുള്ള ഒരു ക്യൂ ആയിട്ടാണ് തോന്നിയത്. നമ്മൾ തലേ ദിവസത്തെ ഒരു സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് ശൈത്യ അനുമോളുടെ അഭാവത്തിൽ അനുമോളെ ഒറ്റിക്കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇത് അനുമോൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. കാരണം അനുമോൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഏതൊരു വഴക്കും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും ആരൊക്കെയാണ് ആരുടെയൊക്കെയാണ് കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന അനുമോൾക്ക് ഉറപ്പായും ശൈത്യ താനില്ലാത്ത സമയങ്ങളിൽ തന്നെ ഒറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ സ്ട്രാറ്റജിക്ക് ശൈത്യയെ പോലൊരു കോമ്പിനേഷൻ അനുമോൾക്ക് വേറെ കിട്ടില്ല. ആദിലെ നൂറേയും പിടിച്ചിരുത്തിയിട്ട് കരയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദില കൃത്യം പോയിൻറ്റ്സ് എടുത്ത് പറയും. അതായത് അനുമോളുടെ ഭാഗത്ത് ന്യായമില്ലാത്ത കാര്യം ന്യായമില്ലാന്ന് ആദില പറയും. ശൈത്യ അങ്ങനെയല്ല. ശൈത്യ എവിടെ കൊണ്ടിടുന്നു മറ്റേ ഈ വെള്ളം പോലെയാണ്, ഏത് പാത്രത്തിൽ ഒഴിച്ചു നോക്കുന്നു ആ ഷേപ്പിലേക്ക് മാറുമെന്ന് പറയുന്ന പോലെ. അനുമോളുടെ ഭാഗത്താണ് ന്യായം എന്ന് അനുമോൾ സെൻറ്റി അടിച്ച് പറഞ്ഞാൽ ശരിയാ നീ പറയണൊക്കെ കറക്റ്റ്, അവരൊക്കെ മോശമാണ് എന്ന് ശൈത്യ പറയും. ശൈത്യനെ വേറൊരാളുടെ അടുത്ത് കൊണ്ടിരുത്തിയാൽ അവർ പറയുന്നത് ശരിയും ബാക്കിയുള്ളവർ തെറ്റാണെന്ന് ശൈത്യ അവിടെയും പറയും. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് മാജിക്കും തട്ടിപ്പ് പരിപാടികളൊക്കെ അനുമോൾക്കുണ്ടാവും എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം വരെ അപ്പാനിശരത്തിനോട് ഡിസ്കസ് ചെയ്ത ശൈത്യയുടെ അടുത്ത് ഇപ്പോഴും അനുമോൾ ആ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അനുമോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പാനിശരത്ത് ആശ്വസിപ്പിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ പറ്റും. അനുമോളുടെ പുറകെ നടന്ന് ആശ്വസിപ്പിച്ച് സോറി പറഞ്ഞ് അത് കഴിഞ്ഞ് ആര്യൻ കൂടി വരുന്നുണ്ട്. പിന്നെയും മറ്റുള്ള ആളുകളൊക്കെ കൂടി ചേർന്നുകൊണ്ട്, അതായത് ജിസേലിൻ്റെ ഒപ്പമാണ് എപ്പോഴും ഈ ആണുങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് വളരെ വിഷമത്തോടുകൂടി മുൻപ് സംസാരിച്ചിരുന്ന അനുമോളുടെ ചുറ്റും മറ്റ് മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ നിന്നുകൊണ്ട് അവർ ആശ്വസിപ്പിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോഴാണ് ഒനീൽ വന്ന് ഡയലോഗ് പറയുന്നത്. അവർ തുല്യദുഃഖിതരാണല്ലോ. അപ്പോൾ ഒനീൽ പറയുന്നത് ഇവർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ആദ്യം പുറത്താക്കുക. ഞാനെങ്ങാനും സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാനങ്ങ് വിറപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത് എന്നാണ് ഒനീൽ വിശ്വസിക്കുന്നത്. പക്ഷേ ബിഗ് ബോസിൻ്റെ സ്ട്രാറ്റജിയിൽ ഏറ്റവും മോശമായി തോന്നിയ, ഏറ്റവും സങ്കടകരമായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് സ്വേച്ഛാധിപതികളായിട്ടുള്ള 2 പേർക്ക് വേണ്ടി അവർ നടത്തിയ ടാസ്ക് 3 ആണ്. വടംവലി മത്സരമാണ് അവരവിടെ ചെയ്തത്. അത് ഭയങ്കര അനീതിയായിപ്പോയി എന്നെനിക്ക് തോന്നി. ഈ ഗെയിമൊക്കെ ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണെന്നൊക്കെ അവർ വാദിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ജിസേലിൻ്റെ തലമുടി മൊട്ടയടിക്കണം എന്ന് പറയുന്ന ടാസ്ക് ഉറപ്പായിട്ടും അവർ എഴുതി വെച്ചിട്ടുണ്ടാവുക ഇവർ 3 പേരുമാണ് ഈ ടാസ്കിന് വരുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. ഓരോ പ്ലെയറിനെ ഒക്കെ ടാർഗറ്റ് ചെയ്ത് അവിടെ ഗെയിംസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഗെയിം, വടംവലി എന്ന് പറയുന്ന ഒരു ഗെയിം, അഭിലാഷും ശൈത്യയും കൂടി നിൽക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഡിസഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അവരുടെ എല്ലാ അഡ്വാൻറ്റേജും എടുത്ത് കളയുന്ന പോലെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. കാരണം വടംവലിയിൽ നമ്മൾ കാല് എത്രത്തോളം സ്ട്രോങ് ആക്കി ആങ്കർ ചെയ്ത് നിൽക്കുന്നോ അങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അഭിലാഷിനെ സംബന്ധിച്ച് അഭിലാഷിൻ്റെ സ്ട്രെങ്ത്തിന് കുറവൊന്നുമില്ല. പക്ഷേ വടംവലി എന്ന് പറയുന്ന ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ അഭിലാഷിൻ്റെ പെർഫോമൻസിൽ വൻ ഇടിവ് സംഭവിക്കും. അപ്പുറത്തെ സൈഡിൽ ജിസയിൽ വടം വലിക്കുമ്പോൾ പറയുന്നത് വാടി എന്നൊക്കെയാണ്. അത്രയും വാശിയിൽ അവിടെ നിൽക്കുന്ന ഇപ്പോൾ നെവിൻ്റെ ബോഡി വെയ്റ്റ്, അത് നെവിനെ സംബന്ധിച്ചൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അത് വടം എടുത്ത് ചുറ്റി ആങ്കർ ചെയ്ത് അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആവും. അപ്പോൾ ഇത്രയും ഒരു ടീമിന് എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു ടാസ്കിൽ, അഭിലാഷ് ഉൾപ്പെടുന്ന ഒരു ടാസ്കിൽ ഇങ്ങനൊരു ഗെയിം അവർ കൊണ്ടുവന്നത് അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ വീട്ടുകാർ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്കും അത് വലിയ വിഷമാവുന്നൊരു കാര്യമാണ്. ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി
ജെന്യൂൻ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. സ്വേച്ഛാധിപതികൾ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജിസേലിനെയും നെവിനെയും നമ്മൾ കാണുന്നുണ്ട്. ആദിലയും നൂറയും 2 ഗെയിമേഴ്സാക്കി ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്വേച്ഛാധിപതികളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീക്ക്ലി എവിക്ഷൻ ലിസ്റ്റിലേക്കുള്ള നോമിനേഷൻ പരിപാടി നടക്കുകയാണ്. ലാലേട്ടൻ നേരിട്ട് കൊടുത്ത പണിയായിട്ട് ആര്യൻ എന്തായാലും നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. ആര്യനെ കൂടാതെ 2 പേരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവറാണ് ഈ 2 പേർക്ക് സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസേലിനും നെവിനും കിട്ടുന്നത്. ജിസേലും നെവിനും ഈ ആഴ്ച എവിക്ഷൻ ലിസ്റ്റിൽ വരില്ല. അപ്പോൾ ഇവർ ഈ സംസാരവും കാര്യമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അനുമോളുടെ ഭാഗത്ത് പുച്ഛം എന്നല്ല, നീയൊക്കെ എന്തെങ്കിലും കാണിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനുണ്ട്. ശൈത്യയുടെ ഭാഗത്തൊരു ടെൻഷനുണ്ട്, ഇനി എന്നെങ്ങാനും സെലക്ട് ചെയ്യുമോ എന്ന് പറയുന്ന. പക്ഷേ അവർ 2 പേരും സെലക്ട് ചെയ്തത് ആദിലയും അഭിലാഷിനെയുമാണ്. അതുകൂടാതെ സ്വേച്ഛാധിപതികളാണ് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം ഒരു 7 പേർക്കായിട്ട് കൊടുക്കേണ്ടത്. അവിടെ മുതൽ ഈ സ്വേച്ഛാധിപതികൾ എസ്പെഷ്യലി ജിസേൽ പ്രപഞ്ച പരാജയമാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അവരാദ്യം നോമിനേഷൻ പവർ കൊടുക്കുന്നത് അനീഷിനാണ്, അതൊരു നല്ല ചോയ്സ് ആയിരുന്നു. അക്ബറിന് കൊടുത്തു, നല്ല ചോയ്സ് ആയിട്ട് തോന്നി. ഷാനവാസിന് കൊടുത്തു, ബിന്നിക്ക് കൊടുത്തു, അതും നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആര്യനെ വിളിച്ച് കൊടുക്കുകയാണ്. ആര്യനെ വിളിച്ച് കൊടുക്കുന്ന സമയത്ത് ജിസേലാണിത് കൊടുക്കുന്നത്. അപ്പോൾ ജിസേൽ പറയുന്നത് ഐ തിങ്ക് ഹീ ഹാസ് ലേൺഡ് ഹിസ് ലെസൺ എന്ന് പറയുന്നുണ്ട്. എന്ത് ലെസൺ, എന്ത് കാര്യം എന്ന് ആര്യൻ തിരിച്ച് ചോദിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇതിനേക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള വേറെ ആൾക്കാരില്ലേ, എന്നെക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള വേറെ ആളില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിസേലിനോട് ചൂടാകുമ്പോൾ ജിസേൽ അല്ല മോനെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് മലയാളത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാവുന്ന രീതിയിലാണ് ആര്യനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരൊരു സ്വേച്ഛാധിപതിയാണ്. സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ജിസേൽ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആര്യൻ്റെ അടുത്ത് ചൂടായി സംസാരിക്കേണ്ട, അതായത് ആര്യനായി ഇട്ടിരിക്കുന്ന ആര്യൻ്റെ ഈഗോയുടെ ഭയങ്കരമായ ബ്ലാസ്റ്റാണ് അവിടെ കാണുന്നത്. കാരണം അവൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു എന്ന് പറയുന്ന, ഞാൻ പാഠം പഠിക്കുക, ഞാൻ ആരാണ്, ഞാൻ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്, ഞാനൊരു പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളിലുണ്ട്. അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചെന്തെങ്കിലും കൊടുക്കാനുള്ളതിന് പകരം ജിസേൽ അവിടെ നിന്ന് വിറക്കുകയാണ്. ഞാൻ നെവിൻ്റെ ഭാഗത്ത് നിന്നെങ്കിലും നല്ലൊരു മൂവ് പ്രതീക്ഷിച്ചു. ഇപ്പോൾ ആര്യൻ അവിടെ നിന്നിട്ട് എന്നെക്കാൾ ഡിസേർവിംഗ് ആയിട്ടുള്ള വേറെ ആൾക്കാരില്ലേ എന്ന് ചോദിക്കുമ്പോൾ യെസ് യു ആർ റൈറ്റ്, നീ പൊക്കോ, ആ കാർഡ് ഇവിടെ തന്നിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് ആര്യനെ അവിടെ പിടിച്ചിരുത്തേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ആര്യനെ എടുത്ത് തലയിൽ വെക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ജിസേൽ വീണ്ടും ആര്യനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അത് കൊടുത്തു വിടുകയാണ്. പ്ലീസ് ആര്യൻ നീ എങ്ങനെയെങ്കിലും ഒന്ന് നോമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ സ്വേച്ഛാധിപതി എന്ന് പറയുന്ന പേരിൻ്റെ വില തന്നെ കളഞ്ഞു. അതിൻ്റെ കൂടെ ഇവർ റെനയ്ക്ക് ഈ ഒരു നോമിനേഷൻ പവർ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നെവിൻ പറയുന്ന ഡയലോഗ് ഭയങ്കര രസമാണ്. നിങ്ങൾ നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ട്, ഒരു 49 ദിവസമൊക്കെ ഇവിടെ നിൽക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ചിലപ്പോൾ ഔട്ടായി പോകുമായിരിക്കും, പക്ഷേ ഒരു 49 ദിവസം നീ ഇവിടെ നിന്നോ എന്ന് പറയുന്ന ആ വർത്താനമൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഒനീലിനും ഈ ഒരു നോമിനേഷൻ പവർ കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ജിസേൽ സ്വേച്ഛാധിപതി ആയതുകൊണ്ട് മാത്രം നോമിനേഷൻ എലിജിബിലിറ്റി കിട്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ ഇതിലുണ്ടല്ലോ എന്ന്. അങ്ങനെ നോമിനേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താ അറിയോ, ഇപ്പോൾ ആദിലയും നൂറയും അവർ സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ബിന്നി ഡോക്ടറെയും ഇവരെയും കൂടി കമ്പയർ ചെയ്ത് നോക്കും. ബിന്നി വരുന്നത് ബിന്നിയുടേതായിട്ടുള്ള ഒരു സീരിയൽ ഓഡിയൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്. ആദില നൂറ ഒരു ടീമായിട്ട് വരുമ്പോഴും അവർക്കൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ ആദിലയും നൂറയും സെപ്പറേറ്റ് ആകുമ്പോൾ, സെപ്പറേറ്റ് ഗെയിമേഴ്സ് ആകുമ്പോൾ അവരുടെ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആവുകയാണ്. അവരെ സംബന്ധിച്ച് ഒരു ടീമായി നിൽക്കുന്നതിനേക്കാൾ വോട്ടിങ്ങിൽ കുറേ കൂടി താഴേക്ക് പോകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ ഞാൻ അതിൽ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദിലയുടെ ഗെയിം ഒരുപാട് മെച്ചപ്പെടുകയും നൂറ കുറേ കൂടി സ്ട്രോങ് ആയി വരാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇടിവെട്ട് പരിപാടികളൊക്കെ കാണാനുണ്ട്. അഭിലാഷ് ഫസ്റ്റ് ടൈമാണ് നോമിനേഷനിൽ വരുന്നത്. ഒനീലാണ് ഇത്തവണ എവിക്ഷൻ ലിസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഒനീൽ എന്നിട്ട് ഈ ആഴ്ച എവിക്റ്റായി പോയില്ല എന്ന് വിചാരിക്കും. ഇതിലിപ്പം ഒനീലും റെനയും കൂടി വന്നതിന് ശേഷം ഇവർ 2 പേരും ഔട്ടാവാതെ സേഫായിട്ട് ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇത്രയും വോട്ട് കിട്ടിയിട്ട് ആകെ 7 പേർക്കാണ് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നത്. അതിൽ 5 പേരും ഒനീലിന് വോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒനീലിന് കൃത്യമായ ധാരണയുണ്ട് ആരൊക്കെ ആയിരിക്കും തനിക്കെതിരെ വോട്ട് ചെയ്തതെന്നുള്ളത്. ഒന്ന് ഒനീൽ സ്വന്തമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പിന്നെ ഒനീലിന് വളരെ വിശ്വാസമുള്ള വേറെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ബാക്കി 5 പേരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒനീലിന് വലിയ ബുദ്ധിമുട്ടില്ല. എന്തായാലും അങ്ങനെ നോമിനേഷനിൽ വന്നിട്ട് ഈ വീക്കെൻഡിൽ എവിക്റ്റായി പോയിട്ടില്ലെങ്കിൽ ഒനീലിനെ സംബന്ധിച്ച് ഒനീലിനുണ്ടാകാൻ പോകുന്ന കോൺഫിഡൻസ് ഹൈപ്പ് എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. കാരണം ഇത്രയും പേരും പുറകിൽ നിന്ന് കുത്തിയിട്ടും ഞാൻ വീണിട്ടില്ല, അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി വളരെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്, പുറത്ത് എനിക്ക് ഇത്രയും ഫാൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗെയിം കളിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രോങ് ഫീലിലേക്ക് ഒനീൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആര്യന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത് പുള്ളിക്ക് പറയുന്ന വലിയ ഇമോഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹ്യൂമാനിറ്റി എന്ന് ജിസേലിനെ പരിഗണിക്കാൻ വേണ്ടി പറയുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ യാതൊരു റെസ്പെക്റ്റോ ആളുകളോട് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് ഒബ്സർവേഷന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് സ്വേച്ഛാധിപതികൾക്ക്
സമയത്ത് അടിമകളെ വിട്ടുകൊടുക്കുന്ന ബിഗ് ബോസിനെയാണ്. അതായത് അവരൊരു 7 പേർക്ക് നോമിനേഷന് വേണ്ടിയുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ആ 7 പേരും ഇനി മുതൽ സ്വേച്ഛാധിപതികളുടെ അടിമകളായിരിക്കും എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ്. ഇവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വേച്ഛാധിപതികൾ അവർക്ക് ഒന്നാമത് ഇത്രയും അധികാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ പേര് തന്നെ നമ്മൾ നോക്കണം. സ്വേച്ഛാധിപതി അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനും പറ്റുന്ന ആളുകളായിരിക്കണം. അതായത് അവർ പവർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. 2 സ്വേച്ഛാധിപതികൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാവണം. ആരാണ് ഇതിലേറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്വേച്ഛാധിപതി എന്നുള്ളത് അത് നമ്മൾ കാണുന്നില്ല. അവരൊരു ടീമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പലതും നടക്കുന്നില്ല. അതിൽ തന്നെ കൂടുതൽ ഫെയിലാവുന്നത് ജിസേലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്വേച്ഛാധിപതി പവറുമായി നമ്മുടെ നെവിൻ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ രേണു സുധി നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. വല്ല കാലത്തുമാണ് രേണു എന്തെങ്കിലും പറയാം, പക്ഷെ പറയുമ്പോൾ രസമുള്ള എന്തെങ്കിലും അതിലുണ്ടാവും. എന്തായാലും ഞാൻ നിൻ്റെ അടിമയല്ല, നിനക്ക് 7 അടിമകളെ തന്നിട്ടുണ്ടല്ലോ, അവിടെ പോയി ഭരിച്ചാൽ മതി എന്നാണ് രേണു സുധി പറയുന്നത്. നെവിൻ അവിടെ വലിയ അധികാരം അവകാശം പരിപാടിയൊന്നും കാണിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ക്യാപ്റ്റൻ വന്ന് ആവശ്യപ്പെട്ടു കിച്ചൺ ടീമിലേക്ക് കൂടുതൽ ആളുകളെ വേണമെന്ന്. അതിൻ്റെ ഭാഗമായി ഞാൻ റെനയെ എൻ്റെ അടിമയെ ഇവിടെ ജോലി ഏൽപ്പിക്കുകയാണ് എന്ന് നെവിൻ പറയുന്നുണ്ട്. റെന അവിടെ ചെന്നിട്ട് മറ്റൊരു കറി വെക്കാം രാത്രിയിലേക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി വെക്കാം എന്ന് റെന പറയുന്ന സമയത്ത് അനുമോൾ ഓടിപ്പോയി തക്കാളി അരിഞ്ഞു തുടങ്ങുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മുതൽ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ആളുകൾ വട്ടം കൂടി നിന്നിട്ടാണ് അനുമോളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ അനുമോൾ വിട്ടുകൊടുക്കുന്നില്ല. അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റൻ കുറച്ചും കൂടി ബുദ്ധിപരമായി ചിന്തിച്ചിരുന്നെങ്കിൽ അടുക്കളയിൽ ഒരു കാരണവശാലും അനുമോൾ വരില്ലായിരുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ക്യാപ്റ്റനെ അടക്കം പുല്ല് വില കൊടുത്തുകൊണ്ട്, മറ്റേ മുകേഷ് പറയുന്ന പോലെ പുല്ല് വില അല്ലോടാ നീ എനിക്ക് തരുന്നതെന്ന് പറയുന്ന പോലെ ക്യാപ്റ്റൻ, 2 സ്വേച്ഛാധിപതികൾ ഇവരൊന്നും പറഞ്ഞിട്ടും അനുമോൾ അനുസരിക്കുന്നില്ല. ആൻഡ് അപ്പാനി ശരത്തിനെതിരെ വളരെ മോശമായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റും കൂടി, അതായത് പെണ്ണുങ്ങളെ കണ്ടാൽ വല്ലാത്ത ഇളക്കമാണ് എന്ന് പറയുന്നൊരു ഡയലോഗും അനുമോൾ പറയുന്നുണ്ട്. അവിടെ 2 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഒന്ന്, നെവിനെ സംബന്ധിച്ച് അടുക്കളയിലേക്ക് റെനയെ കൊടുക്കുന്നതിന് പകരം ഒനീലിനെയോ ബിന്നിയെയോ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. റെന വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈഗോ എങ്ങോട്ട് ബേസ്റ്റായിട്ട് ഓപ്പോസിറ്റ് വൻ ഫൈറ്റ് നടക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അനുമോൾക്ക് ഓപ്പോസിറ്റ് നിൽക്കാൻ ഈ 7 അടിമകളിൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാൾ ഒനീലാണെന്ന് തോന്നുന്നു. ആരും കുറച്ച് ഡയലോഗ് അടിച്ചതിന് ശേഷം ചിലപ്പോൾ അവിടുന്ന് സ്വന്തമായിട്ട് ഗെറ്റ് ഔട്ട് അടിച്ച് പോകുക എന്നുള്ളതല്ലാതെ ആരും അവിടെ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ബിന്നിയെ സംബന്ധിച്ച് ബിന്നിയുടെ അടുത്ത് പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാസ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ സ്വേച്ഛാധിപതികളെ ഏൽപ്പിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ ബിന്നി അത് ചെയ്തിരിക്കും. അത് അനുമോളെന്നല്ല, ആര് വന്നാലും ബിന്നി അത് ചെയ്തിരിക്കും. ബിന്നിക്ക് അതുപോലെ ഒരു സ്പേസിലേക്ക് ബിന്നിയെ ആരും കൊണ്ടിടുന്നില്ലല്ലോ എന്നാണ് അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയത്. റെന ഒച്ച ഉണ്ടാക്കും, ഒരുപാട് പോയിന്റുകളെല്ലാം പറയും, പക്ഷേ ഈ അനുമോളുടെ ആ ഒരു ബലംപിടുത്തത്തിൻ്റെ അടുത്ത് റെന പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതൊരു സ്ട്രാറ്റജിയായിരുന്നു. രണ്ടാമത്, ക്യാപ്റ്റനോടടക്കം ഇത്രയും മോശം ഭാഷയിൽ സംസാരിച്ച കിച്ചൺ ടീമിൽ നിൽക്കുന്ന, ഇപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് ബഹളം വെച്ച് അനുമോൾ ഒരാൾക്ക് കറി കൊടുക്കാതിരിക്കാൻ വേണ്ടി, ജിസൈലിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി കറിപ്പാത്രം എടുത്ത് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉണ്ടാകുന്ന സമയത്ത് അപ്പാനി ശരത്തിന് ചെയ്യാമായിരുന്ന കാര്യം അപ്പം തന്നെ ടീം മീറ്റിംഗ് വിളിക്കുക, എല്ലാവരെയും വിളിച്ച് വട്ടത്തിലിരുത്തുക. അതിനുശേഷം പറയാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ ആഹാരം വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ലേറ്റ് ആവുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് അനുമോളെ നമ്മൾ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റുകയാണ്. അനുമോൾ ഇനി മുതൽ ബാത്റൂം ടീമിൻ്റെ ഭാഗമാണ്, അനുമോൾ കിച്ചണിൽ കയറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കിച്ചൺ ടീമിലേക്ക് വേറെ 2 പേരെ കൊടുത്തിട്ട് സ്വേച്ഛാധിപതികൾക്ക് ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ച് ക്യാപ്റ്റൻ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ബിഗ് ബോസിനും അത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. അനുമോൾ ചിലപ്പോൾ എതിർക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ എന്താണ്, അവിടുത്തെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതാണ്. സ്വേച്ഛാധിപതികൾ എന്തായാലും അനുമോളെ അടുക്കളയിൽ നിന്ന് തട്ടാൻ റെഡിയാണ്. ജിസൈൽ വളരെ ഹാപ്പിയാണ്. നെവിൻ്റെ സ്ട്രാറ്റജിക്ക് പറ്റിയ ഏറ്റവും നല്ല സ്പേസ് ആയിരുന്നു അത്. ഇനി അനുമോൾ പോകാൻ കൂട്ടാക്കുന്നില്ല എന്നാണെങ്കിൽ എല്ലാവരും കൂടി ഒരു വോട്ടെടുപ്പ് നടത്തുക. എല്ലാവരും, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അനുമോൾക്കെതിരായിരുന്നു. അങ്ങനെ ഒരു വോട്ടെടുപ്പിലൂടെ ആണെങ്കിലും അനുമോളെ ആ ടീമിൽ നിന്ന് മാറ്റാമായിരുന്നു, കിച്ചണിൽ നിന്ന് മാറ്റാമായിരുന്നു. എങ്കിൽ കുറേയും കൂടി ഈ സ്വേച്ഛാധിപതികളുടെ ഗെയിംസ് നടന്നേനെ, അനുമോളുടെ സ്ക്രീൻ സ്പേസ് കുറേ, അവരുടെ ഗെയിമിനെ തറപറ്റിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ക്യാപ്റ്റനും ഒന്നും ചെയ്തില്ല. സ്വേച്ഛാധിപതികൾ എന്ന് പറഞ്ഞിട്ട് ഇവർ മറ്റേ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ട്രോങ് ആയിട്ട് അവരൊന്നും ചെയ്തില്ല. ശരത്തിനടുത്ത് അല്ലെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനൊരു ഇളക്കമാണ് എന്ന് പറയുന്ന ഡയലോഗിന് ശരത്ത് പ്രതികരിക്കുന്നുണ്ട്. നെവിൻ പറയുന്നത് അനുമോൾ മുമ്പ് പറഞ്ഞതും കൂടി ചേർത്ത് വെച്ചിട്ട്, പെൺപിള്ളേരെ കാണുമ്പോൾ ആമ്പിള്ളേരെ കാണുമ്പോഴാണ് അവർക്ക് ഇളക്കം എന്ന് പറയാം, ആമ്പിള്ളേരുടെ അടുത്ത് പെൺപിള്ളേരെ കാണുമ്പോഴാണ് അവർക്ക് ഇളക്കം എന്ന് പറയാം. ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇളക്കാണെന്ന് പറയുന്നുണ്ട്. ശരത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സെൻറ്റൻസ് കേട്ടപ്പോൾ, അതായത് അയാളുടെ മാന്യതയെക്കുറിച്ച് ഇങ്ങനൊരു ഡയലോഗ് പറയുന്ന സമയത്ത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ഒരു ഓപ്ഷൻ ശരത്തിന് അവിടെ ഉണ്ടായിരുന്നു. കാരണം പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇളക്കമാണെന്ന് പറയുമ്പോൾ അതേ സംസ്കാരത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ ശരത്തിന് പറ്റുമായിരുന്നു. മാത്രമല്ല, നമ്മൾ ജിസൈലിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജിസൈലിൻ്റെ ബോഡിയെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ആണുങ്ങളൊക്കെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട്, അപ്പോഴും ഈ അറ്റാക്ക് നേരെ ചെല്ലുന്നത് ജിസൈലിലേക്കാണ്. അപ്പം ജിസൈലിനെ ബോഡി ഷെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ ജിസൈലിനെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ പറയുന്നു എന്നുള്ളത്
ജിസേലിന് ലാലേട്ടൻ്റെ അടുത്തൊരു കംപ്ലൈൻ്റ് ആയിട്ട് സൂചിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് സൂചിപ്പിക്കാവുന്നതാണ്. അതുപോലെ അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസിനൊക്കെ പറയാം, ഞങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന, ഞങ്ങളുടെ വ്യക്തി സ്വഭാവത്തെ അപമാനിക്കുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയി അനുമോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും അനുമോൾ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അക്ബറിൻ്റെ നോട്ടം ശരിയല്ല, ജിസേലിനെ കാണുമ്പോൾ ആണുങ്ങൾ മുഴുവൻ മൊണ്ണകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗുകൾ അനുമോൾ ആദ്യമായി പറയുന്നതല്ല. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയി, വളരെ സ്ട്രോങ് ആയി ഇവർക്ക് ഹാൻഡിൽ ചെയ്യാമായിരുന്ന ഒരു കാര്യമാണ്. അത് ഇവരൊന്നും ചെയ്യുന്നില്ല. അവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അനുമോൾ നിന്ന് ഫൈറ്റ് ചെയ്യാണല്ലോ. അപ്പം ഈ ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിൽ ഗെയിം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് ഒതുക്കുക എന്ന് പറയുന്നത് ഒന്നും ഇവരാരും ചിന്തിക്കുന്നില്ല. എന്തായാലും ജിസേൽ ഒരു തമ്പ്രാട്ടി വേഷമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് വീണ്ടും അനുമോളുടെ അടുത്ത്, തമ്പ്രാട്ടി വേഷം ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് തമ്പ്രാട്ടി വേഷത്തിന് ശേഷവും ജിസേൽ പെരുമാറുന്നത്. അവർ സ്വേച്ഛാധിപതിയാണോ അതോ അവിടെ അടുക്കളയിൽ ജോലിയിൽ സഹായിക്കാൻ ചെന്ന ആളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ജിസേലിൻ്റെ പെരുമാറ്റമൊക്കെ. എന്തായാലും ആദിലയും ജിസേലും തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ആ വഴക്കിനിടയിൽ ആദിലയുടെ വായിൽ നിന്ന് ഒരു മോശം വാക്ക് വരികയും അത് മ്യൂട്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പരിപ്പ് കറിയും തക്കാളി കറിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ വഴക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ആദിലെ നൂറ ഈ ടോയ്ലറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരുപക്ഷെ ആദില കുറച്ച് ഹൈപ്പറായിട്ട് ദേഷ്യപ്പെട്ട് വരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം നൂറ അത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് ജിസേലിൻ്റെ വായിലിരിക്കുന്നത് വീണ്ടും കേട്ടുകൊണ്ട് ശൈത്യ കംപ്ലീറ്റ് പിടിയും വിട്ടിട്ട് അങ്ങോട്ട് ഓടി വരികയാണ്. ആദ്യമൊക്കെ തിരിച്ചു നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ശൈത്യ നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നാണ് തോന്നിയത്. പക്ഷേ 2 ഡയലോഗ് കഴിഞ്ഞ് 3ാമത്തെ ഡയലോഗും കൂടി താങ്ങാൻ പറ്റാതെ ശൈത്യ എന്നാൽ എല്ലാവരും കൂടി എന്നെ അങ്ങ് നോമിനേറ്റ് ചെയ്ത് പുറത്താക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കുമ്പോഴേ എന്നാൽ എന്നെ പുറത്താക്കിക്കോ എന്ന് പറയുന്നത് പോലെ ശൈത്യ ഇവിടുന്ന് പിണങ്ങി പോവാണ്. പക്ഷെ പിണങ്ങിപ്പോയി ടോയ്ലറ്റിൻ്റെ ആ ഡോറ് തുറന്നതിന് ശേഷം ആദിലെയും നൂറയും നിൽക്കുന്ന സ്പേസാണ്. അങ്ങോട്ട് ചെന്നിട്ട് ആദ്യം കൈ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട്. ഇതെന്താണെന്ന് പറയുക, ഇത് സ്വന്തമായിട്ട് പെയിൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ സെൽഫ് ഹാമിങ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ കൈ കത്തി കിട്ടിക്കഴിഞ്ഞാൽ കത്തി വെച്ച് ഇങ്ങനെ കുത്തുക എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ സ്വന്തം തല എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുക എന്ന് പറയുന്ന ഒരു സെൽഫ് ഹാമിങ് പ്രോസസ്സാണ്. ആദ്യം ഇങ്ങനെ കൈ അടിക്കുമ്പോഴേ ഇത് പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശൈത്യ ഇത് ആദ്യമായി ചെയ്യുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ശൈത്യയുടെ ഈ ഒരു ബിഹേവിയർ പാറ്റേൺ ഒരുപാട് ആദില കണ്ട് ശീലിച്ചിട്ടുണ്ടാവാം. അങ്ങനെ കയറി വന്ന് ഈ കൈ അടിക്കുന്നത് കാണുമ്പോഴേ ആദില പറയുന്നുണ്ട് അവളെ പിടിച്ചോ അവളിപ്പോൾ ഭിത്തിക്ക് പോയി ഇടിക്കുമെന്ന്. ശൈത്യ അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ശൈത്യ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയി സെൽഫ് ഹാമിങ് ഒരു രീതി പിന്തുടരുക എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഇത്രയും വലിയൊരു മൈൻഡ് ഗെയിമിൽ ഇനിയും തുടരാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അയാളോട് ചെയ്യുന്ന നീതികേടാണ്. അതായത് അങ്ങനെ ഒരു വലിയ പ്രഷർ താങ്ങാൻ പറ്റാതെ സ്വന്തം ശരീരത്തെ നോവിക്കുന്ന, അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെന്ന് പറയുന്നത് ഉറപ്പായിട്ടൊരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം കിട്ടേണ്ട ആളാണ്. അയാൾ അങ്ങനെ അവിടെ എത്തി ബുദ്ധിമുട്ടിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവരവിടെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അനുവും ശൈത്യയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കാണുകയാണ്. പക്ഷേ എല്ലാ തവണയും അനു കരയുകയും ശൈത്യ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും സെൻറ്റിമെൻറ്റ്സ് പോകുന്നത് അനുമോൾക്കാണ്. പക്ഷേ ഇപ്രാവശ്യം ശൈത്യ കരയാണ്. അനുമോൾ എന്ത് ചെയ്യും? അപ്പോൾ അനുമോൾ ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ ശൈത്യക്കായിരിക്കും സെൻറ്റിമെൻറ്റ്സ് പോകുക എന്നുള്ളത് ശൈത്യയേക്കാൾ നന്നായി അനുമോൾക്കറിയാം. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് അനുമോൾ പറയുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ എടുത്തു വെച്ച് പറ്റുകയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ആ ഒരു ട്രാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം ആശ്വസിപ്പിച്ച്, ഞാനാണ് നിന്നേക്കാൾ വൾണറബിൾ, നീ എന്നെയാണ് ആശ്വസിപ്പിക്കേണ്ടത്, ഞാനിപ്പോൾ തകർന്നു പോകും, അയ്യോ ഞാൻ തകർന്നു പോയേ എന്ന് പറയുന്ന ഇത്രയും ഒരു പാറ്റേണിലേക്ക് എത്തുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ശൈത്യ ആദ്യം കുറച്ച് ആശ്വാസം ഏറ്റുവാങ്ങി. അത് കഴിയുമ്പോൾ എൻ്റെ ദുഃഖത്തിനേക്കാൾ വലുത് ഞാൻ ഇയാളുടെ ദുഃഖത്തിനെയാണ് കാണേണ്ടത്, ഞാൻ എന്നേക്കാൾ കൂടുതൽ ഇയാളെയാണ് കെയർ ചെയ്യേണ്ടത്, അയ്യോ ഇയാളിപ്പോൾ കരയുമല്ലോ, അയ്യോ പാവം പോട്ടെ സാരമില്ല എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിലേക്ക് മാറും. അത് ഗംഭീര സ്ട്രാറ്റജി ആണെങ്കിൽ ഗംഭീര സ്ട്രാറ്റജിയാണ്, മാനിപ്പുലേഷൻ ആണെങ്കിൽ അത് ഭീകര മാനിപ്പുലേഷനാണ്. അനുവിൻ്റെ ഡയലോഗ് പോകുന്നത് ഇങ്ങനെയാണ്: നീ എന്തിനാ കരയുന്നത്? വിട്ടു കൊടുക്കരുത്, നീയാണ് എനിക്ക് ധൈര്യം തരേണ്ടത്, യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ് അവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡോണ്ട് വറി, തൊട്ടാ കരയുന്ന ആളാണ് ഞാൻ, എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നില്ലേ, നീ പിടിച്ച് നിൽക്ക് എന്നാണ് അങ്ങോട്ട് പറയുന്നത്. അതായത് ആശ്വസിപ്പിക്കൽ കഴിഞ്ഞു, സ്ട്രോങ് ആയിട്ടിരിക്കും, ഒന്നില്ലെങ്കിൽ നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ആ ഡയലോഗ് കേട്ടപ്പോൾ ചെറിയൊരു ചിരി വന്നു. ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ശൈത്യ ഏതൊക്കെ കേസ് പിടിച്ചിട്ടുണ്ടോ എല്ലാം തോറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ പോലും ജിസേലിൻ്റെ അടുത്ത് വാദിച്ച് തോറ്റിട്ടാണ് ഈ വന്നിരുന്നത് കരയുന്നത്. ഞാൻ ഇവിടെ വന്ന ശേഷമാണ്, അനുമോൾ പറയുന്നതാണ്, ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഇത്രയും ദേഷ്യവും ഇങ്ങനത്തെ പെരുമാറ്റമൊക്കെ കാണിക്കാൻ തുടങ്ങിയെന്നാണ് അനുമോൾ പറയുന്നത്. അതൊരു നല്ല ന്യായീകരണ സ്ട്രാറ്റജി ആയിരുന്നു. കിട്ടിയ സമയത്ത് അത് കൃത്യമായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നീ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതല്ലേ, ഞാനും ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ് എന്ന് അനുമോൾ പറയുന്നു. അവിടം വരെ ഇവർ ഒരു ഈക്വലായി സെറ്റിലായി കൊണ്ടുവന്നു. അടുത്ത ഡയലോഗിലാണ് അനുമോൾ ആ പ്ലേറ്റ് എടുത്ത്
തിരിച്ചു വെക്കുന്നത്. നീ എൻ്റെ ധൈര്യവും കൂടി കളയല്ലേ പ്ലീസ്, ദയവായിട്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തന്നത്. എന്തിനാ ഞാൻ കരഞ്ഞിങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് എൻ്റെ ഓഡിയൻസിനും കൂടി കേൾക്കാൻ പാകത്തിന് പറയാൻ വേറെ ആരും ഈ വീട്ടിലുള്ളത്. അതുകൊണ്ട് നീ സ്ട്രോങ് ആയിട്ടിരിക്കണം, എന്നിട്ട് ഇനി തൊട്ട് എന്നെ ആശ്വസിപ്പിക്കണം എന്നുള്ളതാണ് ആ പറയുന്നത്. ആ ശൈത്യയുടെ കരച്ചിലൊക്കെ മാറി, ശൈത്യ ഭയങ്കര കൂളായി. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു 1.5-2 മിനിറ്റിൻ്റെ ഉള്ളിൽ ശൈത്യയുടെ പ്ലേറ്റ് അതുപോലെ എടുത്ത് മറിച്ച് വെച്ചു. ഇത് അനുമോളുടെ കൃത്യമായ പ്ലാനിങ്ങിലുള്ള മാനിപ്പുലേഷനോ ഗെയിം സ്ട്രാറ്റജിയോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ലാലേട്ടൻ കൂടി വന്ന എപ്പിസോഡിൽ ഇപ്പോൾ അനുമോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒബ്സർവ് ചെയ്യും, ആരാരുടെ കൂടെ നിൽക്കുന്നു, എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് അനുമോൾ അത്രയധികം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അവിടെ വെച്ചിട്ടാണ് ശൈത്യയും അപ്പാനിശരത്തും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഇതൊരു ബ്ലാക്ക് മാജിക് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിരിക്കും എന്ന് പറയുന്ന ശൈത്യയുടെ ഡയലോഗിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നത്. ഉറപ്പായിട്ടും അനുമോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അനുമോൾ ഇല്ലാത്ത സമയത്ത് ശൈത്യ എന്ത് വേണമെങ്കിലും പറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും കൂടെ നിർത്തിയേ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് സ്വന്തം പരിധിയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയില്ലേ. കാരണം വേറെ ആരും ഇതൊന്നും ഇരുന്ന് കേൾക്കില്ല, അല്ലെങ്കിൽ ബാക്കി ആരാണെങ്കിലും അതിലടക്കം നമ്മൾ എടുത്ത് നോക്കിയാൽ കുറച്ചും മുമ്പ് പറഞ്ഞ പോലെ അവർ എന്തെങ്കിലും ഒരു കാര്യം അനുമോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ പോലും ന്യായമായിട്ട് തന്നെ അതിലേക്ക് പറയും. എന്തായാലും ഈ കാര്യത്തിൽ അനുമോളെ സമ്മതിച്ചേ പറ്റും. അത് കഴിഞ്ഞിട്ട് കണ്ട ഒരു സംഭവമുണ്ട്. അപ്പാനിശരത്ത് ആദിലേക്കും നൂറയ്ക്കും, ആദിൽ ഓൾറെഡി വഴക്കിട്ട് കിച്ചണിൽ നിന്ന് വന്നതാണ്, നൂറ ആദിലെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. മിക്കവാറും രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പാനിശരത്ത് അവരെ കഴിക്കാൻ നിർബന്ധിച്ച് അവർക്ക് ആ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദിലെയും നൂറയൊക്കെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന, വളരെ വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുന്ന, നമ്മൾ സ്വന്തം ഫാമിലിയെ പോലെ കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് തലേ ദിവസം വളരെയധികം സങ്കടം പറഞ്ഞിരുന്ന ആളുകളാണ്. ആ ആളുകൾക്കാണ് ഒരു ചേട്ടൻ ഫിഗറിലൊക്കെ നിൽക്കുന്ന ഒരാൾ ആഹാരം വാരി കൊടുക്കുന്നത്. അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്, അവിടെ ആ സമയത്ത് അക്ബറും ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്കൊരു പോസിറ്റീവ് കാര്യമായിട്ട് ഫീൽ ചെയ്തു. ഇതൊരു ഉറപ്പ് കൊടുക്കലാണ്, നമ്മൾ നല്ല സൗഹൃദത്തിലാണ്, ഞങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആഹാരം കഴിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് വരുത്തും എന്നൊക്കെ പറയുന്ന ഒരു കെയറിങ് ഉണ്ട് അവിടെ. പിന്നെ അപ്പാനിശരത്ത് ആയതുകൊണ്ട് അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കില്ലെന്നും, സ്ട്രാറ്റജി ആണെങ്കിലും പുള്ളിക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ അതൊരു സ്ട്രാറ്റജി ഒന്നും ആയിരിക്കില്ല എന്നും അത് ഈ ഉള്ളിൽ നിന്ന് വന്ന് ചെയ്ത ഒരു കാര്യമായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് ആദിലയുടെ ബർത്ത്ഡേ ആണ്, അവർക്കുള്ള വിഷും കാര്യങ്ങളും കേക്കും. നൂറ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബേബിക്ക് ഒരു കേക്ക് വേണമെന്നൊക്കെ. എന്തായാലും ആദിലയ്ക്ക് ബർത്ത്ഡേ കേക്ക് വരുന്നുണ്ട്. അതേ ദിവസം തന്നെയാണ് ബിന്നിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും കേക്കുകൾ കൊടുത്തു, കേക്കുകൾ മുറിച്ച് എല്ലാവരും ആഘോഷിച്ചു, എല്ലാവരും വളരെ ഇമോഷണലായി. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബിന്നിയുടെ ഹസ്ബൻഡിൻ്റെ മുഖം കാണിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമാണ് പ്ലേ ചെയ്ത്. അതെന്തുകൊണ്ടാണ് എന്നറിയില്ല. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷനോ പരിപാടികളോ വരും ദിവസങ്ങളിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈവിൽ കണ്ടിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കുറച്ചും കൂടി കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്, ആരാണ് ഇവിടെ സ്വേച്ഛാധിപതികളായത് എന്ന് ആലോചിക്കുമ്പോഴാണ്. വളരെ വീക്കായിട്ടുള്ള സ്വേച്ഛാധിപതികൾ, അതിൽ തന്നെ ജിസൈൽ ആര്യൻ്റെ അടുത്തുള്ള ഒരു വിധേയത്വം കൊണ്ട് അനുമോളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ലെവലിലുമാണ്. ക്യാപ്റ്റൻ ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിട്ടും ചെയ്തില്ല. അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു ദിവസമാണ്. ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാ ദിവസവും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ സൈബർ ബുള്ളിങ് പരിപാടികൾ, ആളുകളെ നമുക്ക് അവരുടെ ഗെയിമിൻ്റെ പേരിൽ, അവരുടെ സംസാരത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ പേരിലൊക്കെ വിമർശിക്കാം. പക്ഷേ ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ വ്യക്തി ജീവിതത്തിനെ ബാധിക്കുന്ന, അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള സൈബർ ബുള്ളിങ് പരിപാടികൾ സംഭവിക്കാതിരിക്കട്ടെ. അറ്റ്ലീസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളെങ്കിലും അത് ചെയ്യാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.